രാമായണത്തിൻ്റെ 11ാമത്തെ ഭാഗമാണ്, 11ാമത്തെ ദിവസമാണ് ഇന്ന്. അയോധ്യാകാണ്ഡത്തിൽ ഭരതൻ എവിടെയാണ് എത്തിയിരിക്കുന്നത്, ഏത് പുരത്തിലാണ് എത്തിയിരിക്കുന്നത്, ഏത് നഗരത്തിലാണ് എത്തിയിരിക്കുന്നത്? ശൃംഗിവേരാഖ്യപുരത്തിലാണ് എത്തിയിരിക്കുന്നത്. ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ കണ്ടില്ല. അപ്പം ഭരതൻ ആളാകെ അങ്ങ് മാറി. ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ മരവുരിയൊക്കെ ഉടുത്തിട്ടാണ് ശ്രീരാമചന്ദ്രനെ കാണാൻ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങളുടെ നമുക്ക് വായിക്കാം. എവിടെ വരെയാ വായിച്ചു നിർത്തിയത് സുമാജി? കേകേയ പുത്രീസുതൻ അല്ലേ? ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചോളൂ. അല്ലേ? അതാന്ന് തോന്നുന്നു. അതന്നെയാണ് ഞാൻ അതാണ്. അവിടുന്ന് 2 ലൈനും കൂടി പോയിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് വായിക്കാം. അവിടുന്ന് തുടങ്ങാം. ബാണശാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി. അതെ, വായിച്ചോളൂ. അവിടുന്ന് വായിക്കാം എന്തായാലും. ഓക്കെ, സിമ്മി ഹരേ കൃഷ്ണ, വായിച്ചോളൂ. നമ്മള് PDF പേജിന്റെ ഏതാണെന്ന് അറിയില്ല. PDF പേജ് പറയാൻ സ്മിതമാതാജി വേണം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 2650 ആണ് ശ്ലോകം നമ്പർ. PDF പേജ് സ്മിതമാതാജി പറയും. സുമാജി സ്റ്റാർട്ട് ചെയ്തോളൂ. സ്മിതമാതാജി ചാറ്റിൽ ഇട്ടോളൂ. ഹരേ കൃഷ്ണ. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയാപുത്രി സുതൻ പടയോടുമിങ്ങാതെ ആഗതനായതു കേട്ടു കുകന്തതാ. ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതിന്നേരം. ബാണശാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായും വരുന്നതുമുണ്ടു വൈകിടാതെ അന്തികെ ചെന്നു വന്ദിച്ചാലവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു തത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമാനരഥം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരം സോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു കുകന്തതാ. ഭൂമിയിൽ വീണു ഗുഹോ ഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്ഥാപ്യ ഗാഢമാലിംഗ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവും ഉക്താ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്ത സരത്നം ഭവാൻ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ. ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരു വർക്കുമോതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം. മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു. രാമനെ നീയവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയെവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ
ഭരതൻ അത്യുത്തമാനെന്നുതൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്യത്വം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം. കണ്ടു ഭരതനം മുക്തഭാഷ്പോദകം തൊണ്ടാ വിറച്ചു സദ്ഗദ്ഗതം ചൊല്ലിനാൻ. ആസുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധിനി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ വെളാംബരാസ്കൃതേ രാമണേശേതേ മഹാസുഖം സാ കഥം. ചേതേ കുശമയ വിഷ്ഠരേ നിഷ്ഠുരേ ഖേദേന സീതാ മദീയാഗ്രജന്മന. മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവാൻ. കിൽബിഷകാരണിയായ കൈകേയിതൻ ഗർഭത്തിൽ വന്നു ജനിച്ചൊരു കാരണം. ദുഷ്കൃതിയായ ദീപാപിയാമെന്നെയും ധിക്കരിച്ചിടിനൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതാനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം മനത്തിന്നു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കുദാസനായാരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോട് വീടേ വസതി കൗസല്യ തനയന വീടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവാൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗളദേവത വല്ലഭൻ തങ്കലിൽ എന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ചഗ്രസേരൻ ഭവാൻ നിർണയാമെങ്കിലോ കേൾക്കാം മഹാമതേ. ഗംഗാ നദി കടന്നാലടുത്തെത്രയും മംഗളമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ. തർത്തുമർത്യതടിയന സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ. ഭൃത്യജനത്തോട് കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണിയുതം. അഞ്ജസാ കുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ താൻ മുതാ. ശത്രുഘ്നനോടും ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിയിടിനാനാദരാൽ. ഉമ്പർത്തടിയനെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിടിനാൻ. താനും അനുജനുമായുടൻ ജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനാമസീനം വിധി സമം. ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മീരാജി. ദൃഷ്ടവാചാകുശല പ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലാധാരിണം
തുഷ്ടി കലർന്നരുൾ ചെയ്ത നിതെന്തടോ കഷ്ടമിക്കോ പൂപതന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ? എന്തൊരു കാരണം വൻപടയോടുമാഹന്താവനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജ വാക്യം ഭരതനു മിത്തം മുനീവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനീ സങ്കടം പോവാൻ അനുഗ്രഹിക്കേണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണീ തപോനിധേ. ഞാൻ ഏതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകേയപുത്രിയാം അമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിത്വം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ. ചുംബിച്ചു മൂർധിനി സന്തോഷിച്ചരുളിനാൻ. കിംബഹൂനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ൂണും കഴിഞ്ഞിറങ്ങിപ്പുലർക്കാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായതി വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമാസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനീതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തി പ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരക്തവ്രാത്ര നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സൈന്യം ഭരതം സസോദരമിച്ചാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരെ സുപ്തരായാൽ അമരാവതി സന്നിഭേ. ഉദ്ധാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിന്തന്തികെ. മിത്രമായോരു ഗൃഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതബോധന മണ്ഡലേ. കാണാഞ്ഞൊരോരോരോ മുനീവരന്മാരോടു താണു തൊഴുതു ചോദിച്ചതു മത്യാദരം. കൂത്ര വാഴുന്നു രഘൂത്തമാനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തര തീരെ സുരസരീതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ. ഹരേ കൃഷ്ണ.
ഭരതൻ ശ്രീരാമാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 12ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വായിച്ചോളൂ കുറച്ചുകൂടെ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി അത്യുത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണവല്ലി തരുഷമണീയ കാനന മണ്ഡലേ ആക്രമാദളി ബഹുള പനസങ്ങളാം രാത്ര വാസനങ്ങളാം കാർജൂന ആമ്ര കദളി ബഹുള പന സങ്കളം മ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപുകങ്ങളും കോവിതാരങ്ങളും മേരേണ്ട ചമ്പകാശോകതാലങ്ങളും മാലതി ജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദിനാനാ വിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദിനാനാ മൃഗവ്രാതലീലയും ഭംഗ്യ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ര സംലഗ്ന വൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം പാവനം അങ്കുശാബ്ജധ്വജ മത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തദാരേണു തൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവും ഈശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമൂർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായാനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി. ഇവിടെ ഭരതൻ ശ്രീരാമ ആശ്രമത്തിലേക്ക് കടന്നു. അവിടെ ഭരതനും മന്ത്രിമാരുമെല്ലാം രാമാശ്രമത്തിൽ പ്രവേശിച്ചു. അപ്പം രാമന്റെ കാൽപ്പടികൾ കണ്ടപ്പോഴേ ഭരതൻ തിരിച്ചറിഞ്ഞു. സ്മിതമാതാജി എടുത്തു വെച്ചോളൂ ഭഗവാന്റെ പാദങ്ങളിൽ എന്തൊക്കെയാണ് ചിഹ്നമെന്നുള്ളത്. ഇപ്പം അവിടെ എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ പാദത്തിന്റെ കാൽപ്പടികൾ ഭരതൻ തിരിച്ചറിഞ്ഞത്? ഭഗവാന്റെ പാദങ്ങളില് ആ വരകള് നമ്മുടെ കൂട്ട് ഈ നമ്മൾ പണ്ട് പറയത്തില്ലേ കാക്ക തീട്ടം ചതഞ്ഞതുപോലെ എന്നുള്ള വരകളും ഒന്നും അല്ല. ഇപ്പം നമ്മുടെ പാദങ്ങളിലുള്ളത്, ഭഗവാന്റെ പാദങ്ങളിലുള്ള താമര, ധ്വജം മുതലായ ചിഹ്നങ്ങളിലുള്ള രാമപാദ മുദ്രയിൽ വീണ് ഉരുണ്ട് ധന്യനെ അവിടെ കടന്ന് ഉരുണ്ട് ഭരതൻ ഇത് കണ്ടപ്പോഴത്തേന്. നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്ന അതിനാണ്. വൃന്ദാവനത്തിൽ കിടന്ന് ചെല്ലുമ്പോഴത്തേന് നമ്മൾ ആ രമണ്യത്തിലെ കിടന്ന് ഉരുളും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഗോപാലന്മാരൊക്കെ കഴിച്ച സ്ഥലമാണ്. അതിന്ന് വേണം, അത് ആ പാദധൂളികൾ നമ്മുടെ ദേഹത്ത് വീണിട്ട് വേണം നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാൻ. ഈ ഉരുൾ വഴിപാട് അതുപോലെയാണ്. ക്ഷേത്രത്തിലെ ഉരുൾ വഴിപാട് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം രാമനെ കണ്ടപ്പോഴത്തേക്കിന് ഭരതൻ ഓടി ജ്യേഷ്ഠന്റെ കാൽക്കല് വീണു. അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് രാമൻ വീണ്ടും വീണ്ടും മാറോടണച്ചു. ലക്ഷ്മണൻ ഭരതനെ വന്ദിച്ചു. ശത്രുഘ്നൻ ലക്ഷ്മണനെയും. അമ്മമാരെല്ലാം കൂട്ടം കൂടി രാമന്റെ മുന്നിലെത്തി. രാമൻ കൗസല്യാദേവിയെ വണങ്ങി. അമ്മ കണ്ണുനീരോടെ മകനെ പുണർന്നു. രാമൻ മറ്റമ്മമാരെ വണങ്ങാനും മറന്നില്ല. വസിഷ്ഠനെ സാഷ്ടാംഗം നമസ്കരിച്ചു. വസിഷ്ഠമുനിയെ സാഷ്ടാംഗം നമസ്കരിച്ച് എല്ലാവരോടുമായി രാമൻ ചോദിച്ചു, അച്ഛന് സുഖമല്ലേ? അദ്ദേഹം എന്തു പറയുന്നു? എല്ലാവരും മൗനത്തിലായിപ്പോയി. വസിഷ്ഠമുനി പറഞ്ഞു, അച്ഛൻ നിങ്ങളുടെ വേർപാടിൽ അതീവ ദുഃഖിതനായിരുന്നു. അദ്ദേഹം അങ്ങയെ ഓർമ്മിച്ച് അദ്ദേഹം യാത്രയായി.
ഭഗവാന്റെ രാജ്യത്തേക്ക് യാത്രയായി എന്ന് പറയും. ഇത് കേട്ടപ്പോഴത്തേന് ശ്രീരാമചന്ദ്രന് നിയന്ത്രണം കൈ കിട്ടിയില്ല, പൊട്ടിക്കരഞ്ഞു. വസിഷ്ഠൻ മുനി എല്ലാവരെയും സമാധാനിപ്പിച്ച് എല്ലാവരും ഗംഗയിൽ പോയി കുളിച്ച് രാമനും ലക്ഷ്മണനും പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത് ദശരഥന്റെ പിണ്ടം വെച്ചു. വസിഷ്ഠൻ നിർദ്ദേശപ്രകാരം അന്ന് എല്ലാവരും ഉപവസിച്ചു. ഇപ്പൊ ഉപവാസത്തിന്റെ കാര്യം ശാസ്ത്രപ്രകാരം പറഞ്ഞു തരികയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ഭരതൻ രാമന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയുക ചെയ്തു. ചെറുപ്പത്തിൽ സന്യാസം സ്വീകരിക്കൽ ക്ഷത്രിയധർമ്മമല്ല എന്നൊക്കെ ഭരതൻ ഉപദേശിക്കുകയാണ് ശ്രീരാമചന്ദ്രനെ. മറ്റുള്ളവരെ രക്ഷിക്കാനാണ് ക്ഷത്രിയന്റെ കടമ. വയസ്സുകാലത്ത് മാത്രമേ രാജാവിന് വനവാസം വിധിച്ചിട്ടുള്ളൂ. ഭരതൻ ന്യായങ്ങളെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രാമന് കാര്യം മനസ്സിലായി. എങ്കിലും ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ നടിച്ച് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്, ജ്യേഷ്ഠനാണ് രാജാവാകേണ്ടത്, രാജ്യം ഭരിക്കേണ്ടത് താനല്ല എന്ന് ഭരതൻ യാചിച്ചു പറയുകയാണ്. അച്ഛന്റെ ഹിതപ്രകാരമാണ് ഞാൻ വനവാസത്തിന് ഇറങ്ങിയത്. ഭരതന് നാട് നൽകിയതും അച്ഛന്റെ ആജ്ഞ കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാനില്ല. അച്ഛന്റെ വാക്ക് പാലിക്കേണ്ട ചുമതല നമ്മൾ രണ്ടുപേർക്കും ഉണ്ടെന്ന് ശ്രീരാമചന്ദ്രൻ ഭരതനോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഭരതന്റെ വാദഗതികളിലൊന്നും രാമൻ താല്പര്യം കാണിച്ചില്ല. അച്ഛനെയോ അമ്മമാരെയോ കുറ്റം പറയുന്നതും ഇഷ്ടപ്പെട്ടില്ല. ഭരതന് രാജ്യം അച്ഛൻ തന്നതാണ്, എനിക്ക് വനവും ഷെയർ ചെയ്തു. ഒരു ഭാഗം വനഭാഗം എനിക്കാണ് തന്നിരിക്കുന്നത്, ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. രാമൻ തന്റെ തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞു. അതാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ സ്ട്രിക്റ്റ് ആണ് ശ്രീരാമചന്ദ്രൻ. രാമൻ കുലഗുരുവിന്റെ മുഖത്ത് നോക്കി ഭരതനെ സമാധാനിപ്പിക്കാൻ കണ്ണു കാണിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ മൗനത്തിലായി. നേരെ മഹർഷി കുലഗുരു വസിഷ്ഠ മഹർഷി ഭരതനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം ഈശ്വരച്ഛയാണ്, 14 വർഷങ്ങൾക്ക് ശേഷം രാമൻ തിരിച്ചെത്തുമെന്നും ഒക്കെ പറഞ്ഞ് വസിഷ്ഠ മഹർഷി ഭരതനെ സമാധാനിപ്പിച്ചു. വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ഭരതൻ ഒട്ട് ശാന്തമായി. പക്ഷേ ഭരതൻ ഒരാഗ്രഹം അറിയിച്ചു. ജ്യേഷ്ഠൻ മടങ്ങി വരുന്നത് വരെ പൂജിക്കാൻ ജ്യേഷ്ഠന്റെ പൂജ്യ പാതുകങ്ങൾ വേണം. നമ്മൾ പൂജാമുറിയിൽ ഭഗവാന്റെ പാദങ്ങളൊക്കെ വെക്കുന്നത് ഇതുകൊണ്ടാണ്. പൂജ്യ പാതുകങ്ങൾ വേണം. അനുജന്റെ ആഗ്രഹം രാമൻ സ്വീകരിച്ചു. തന്റെ മെതിയടികൾ വാത്സല്യത്തോടെ ഭരതന് നൽകി. അവയെടുത്ത് രാമനെ വലം വെച്ച് വീണ്ടും മടങ്ങി ഓർമ്മപ്പെടുത്തി. 14 വർഷം തികയുന്ന അന്ന് തന്നെ മടങ്ങിയെത്തണം, അല്ലെങ്കിൽ ഈ അനുജൻ അഗ്നികുണ്ഡത്തിൽ ചാടി മരിക്കും, ഇത് സത്യം. തീർച്ചയായും വരുമെന്ന് ശ്രീരാമചന്ദ്രൻ ഉറപ്പുകൊടുത്തു. ഭരതൻ മെതിയടികൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചു. ജ്യേഷ്ഠന് വേണ്ടി രാജ്യം ഭരിച്ചു. ഇല്ലാത്ത രാജാവ് എല്ലായ്പ്പോഴും രാമനെ ധ്യാനിച്ച് മരവരി ഉടുത്ത് കായും കിഴങ്ങും പഴങ്ങളും മാത്രം ഭക്ഷിച്ച് വ്രതനിഷ്ഠയോടെ ശത്രുഘ്നോടൊപ്പം ജീവിച്ചു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ നിന്ന് യാത്രയായി ദണ്ഡകം എന്ന വനത്തിലെത്തി. കുറിച്ചു വെച്ചിരിക്കുക. പിന്നെ പോകുന്നത് ദണ്ഡകം എന്ന വനത്തിലേക്കാണ്. അവിടെയാണ് അത്രി മഹർഷിയുടെ ആശ്രമം. അനസൂയ അത്രി മുനിയുടെ പത്നിയാണ്. ധർമ്മം അറിയുന്നവരാണ് അവർ. ധർമ്മതത്പരരാണ്. രാമന്റെ അനുമതിയോടെ സീത ആശ്രമത്തിലേക്ക് കടന്നുവെന്ന് അവരെ വന്ദിച്ചു. സന്തോഷം കൊണ്ട് ആ തപസ്വിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും വീണ്ടും മോളെ എന്ന് വിളിച്ച് സീതയെ മാറോട് ചേർത്ത് പുണർന്ന് ലക്ഷ്മി ദേവി തന്റെ ആശ്രമത്തിൽ എത്തിയിരിക്കുന്നു, ഇതിൽ പരം സന്തോഷിക്കാൻ എന്ത് വേണമെന്ന് അനസൂയ മനസ്സിൽ വിചാരിക്കുകയാണ്. അവർ സൂക്ഷിച്ചിരുന്ന തന്റെ 2 കുണ്ടലങ്ങളും ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും സീതയ്ക്ക് നൽകി. അവ ധരിച്ചാൽ കൂടുതൽ സൗഭാഗ്യവതിയാകും. അഴക് വിട്ടകരാതിരിക്കാൻ പണ്ട് വിശ്വകർമാവ് അനസൂയയ്ക്ക് നൽകിയതാണവ. സീത സന്തോഷത്തോടെ അവ വാങ്ങി ധരിച്ചു. ഏറ്റവും വലിയ പതിവ്രതയാണ് അനസൂയ. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും പാതിവൃത്യം കൈവിടരുതെന്ന് അവർ സീതയോട് ഉപദേശിച്ചു. ഒരു ഭാര്യയുടെ ധർമ്മമാണ് അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ട ആ വസ്ത്രമാണ് സീതാദേവിക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഭഗവാന് കൊടുക്കുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നമ്മളാൽ കഴിയുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുമ്പോൾ പോലും നമുക്കുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രമാണ് ഇട്ടുകൊണ്ട് പോകേണ്ടത്. അല്ലാതെ കീറിയ നേരിയതും നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയൊന്നും അല്ല പോകേണ്ടത്. ഈ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വളരെ എളിമയായിട്ട് പോകണം. അല്ല, എളിമ വേണം, പക്ഷെ ഭഗവാൻ തന്നിരിക്കുന്നതാണ് ഈ വസ്ത്രങ്ങൾ. അതുകൊണ്ട് ഭഗവാനാണ് ആദ്യം കാണേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഏതാണ് ഏറ്റവും വിലപിടിപ്പുള്ളതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായ വസ്ത്രം ഏതാണ്, അതാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇട്ടുകൊണ്ട് പോകേണ്ടത്. കാര്യം ഇത് ഭഗവാനെയാണ് കാണിക്കേണ്ടത്. അപ്പൊ അവിടെ രാമൻ സന്തോഷത്തോടെ സീതയോട് ഒത്ത് യഥാകാലം കൊട്ടാരത്തിലേക്ക് മടങ്ങട്ടെ എന്ന് മഹർഷി പറയുകയാണ്. അപ്പം യാത്രാവസരത്തിൽ തപസ്വിനി സീതയെ അനുഗ്രഹിച്ചു. ഘോരമായ ദണ്ഡകവനത്തിലേക്കാണ് യാത്ര. ആ വനത്തിലേക്കുള്ള വഴി കട്ടിക്കൊടുക്കുവാൻ മഹർഷി ശിഷ്യന്മാരെ അയച്ചു.
അത്രി മുനി അവരെ യാത്രയാക്കി ആശ്രമത്തിലേക്ക് മടങ്ങി. അപ്പൊ ദണ്ഡകവനത്തിലേക്കുള്ള യാത്ര അതാണ് 12ാമത്തെ ദിവസം അവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം അതിന്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് ഇന്ന് വായിക്കാനുള്ള സമയമുണ്ട്. വായിച്ചിട്ട് കുറച്ച് വായിച്ചതിന് ശേഷം ഭഗവാന്റെ പാദങ്ങളുടെ ചിഹ്നവും കാര്യങ്ങളും ഒക്കെ സ്മിതമാതാജി ഇപ്പൊ പറയും. അപ്പം ഞാൻ ഭഗവാനാണ് എന്ന് ആരെങ്കിലും വന്ന് പറയുമ്പം ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ്. ഹരേ കൃഷ്ണ. സിമി, അടുത്ത ശ്ലോകം. സുന്ദരം രാമചന്ദ്രം പരമാനന്ദം, അതിന്റെ കണ്ടിന്യൂഷൻ കുറച്ച് വായിച്ചോളൂ. സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരാമിന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിത ഇന്ദിരാ മന്ദിരോസ്ഥല ഇന്ദ്രാവര ജമിന്ദി വരലോചനം ദുർവാദളനിഭശ്യാമളം കോമളം പൂർവജം നളിനദലേഷണം രാമം ജടാമകുടം പൽക്കലാംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുസ്തമാംഗീയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോത്മാനാമാത്മാനാമാവ്യാകുലം വക്ഷസി സ്ത്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മായാമച്യുതം. ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഹരേ കൃഷ്ണ. റെഡിയാവുന്നുണ്ട്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ലക്ഷ്മണ സേവിത. സ്മിതമാതാജി മ്യൂട്ടാണ്. ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യ സ്വരൂപം പുരാതനം ലക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാ വിചക്ഷണം ചക്ഷുശ്രവണ പ്രവരപ ലംഘ്യകം കുക്ഷിസ്ഥിതാനേക പദ്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനൻ മാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നനെയും മോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവൗ അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങൾ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരഭി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രയും തത്സമയം ഭരതാംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനുമതി ഭക്തി കലർന്നു സൗമിത്രി തൻ പാദഭുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്തന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മാതാക്കളും രോദനം രാഘവൻ തൻ തിരുമേനി മനോധൃതം. അവിടെ എന്തായാലും ലെറ്റർ മിസ്റ്റേക്ക് ആയിരിക്കും.
വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ മന്തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയോ മാർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പാധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുട നൂഢമോദം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമനായ ജാനകി ദേവിയും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പറഞ്ഞോളൂ മാതാജി. ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിലുള്ള ചിഹ്നം, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലുള്ള ചിഹ്നം, ഇതൊക്കെയും അതുകൊണ്ടാണ് ആ പാദങ്ങളുടെ സവിശേഷത. എന്തുകൊണ്ടാണ് പാദങ്ങൾ വെച്ചിട്ട് തലയിൽ വെച്ച് അനുഗ്രഹിച്ചത് മഹാബലിയെ? ഇതൊക്കെ ഈ ഒരു 2 വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമ്മൾ മനസ്സിലായില്ലേ? ശ്രീരാമചന്ദ്രനെ തിരിച്ചറിഞ്ഞത് തന്നെ ഭരതൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആ പാദമുദ്രണങ്ങൾ ആ മണ്ണിൽ പതിഞ്ഞത് കണ്ടിട്ടാണ്. ഉടനെ ഭരതൻ എന്താ ചെയ്തേ? ഭരതൻ കിടന്നു ഉരുണ്ടു. അപ്പം ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരെയോ കാണുമ്പം നമ്മൾ സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നത്, അവരുടെ പാദങ്ങളിൽ വീഴുന്നത് അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പാദധൂളികൾ ആക്ച്വലി വൈഷ്ണവ തിലകം എന്ന് പറയുന്നത് സാധാരണ ചന്ദനത്തടിയല്ല. ആ ഗോപി ചന്ദനം എന്ന് പറയുന്നത് ഭഗവാന്റെ വൃന്ദാവനത്തിലെ മണ്ണാണ്. ആ മണ്ണാണ് നമ്മുടെ നെറ്റിയിലിടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ സ്ഥാനത്തും ഏകദേശം 1, 2, 3 അല്ലെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 സ്ഥലങ്ങളിൽ നമ്മൾ ഗോപി തിലകം നമ്മുടെ ശരീരത്തിലിടും, നമ്മുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ രാമായണത്തിലൂടെ പോകുമ്പം നമ്മൾ ഇതൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്മിതമാതാജി ഹരേ കൃഷ്ണ, റെഡിയായില്ലേ? പ്രഭു രാമന്റെ എന്ന് പറഞ്ഞിട്ട് കാണാനില്ല, ഭഗവാന്റെ പാദങ്ങൾ. അത് തന്നെയാണ് ശ്രീരാമചന്ദ്രനും ഉള്ളത്. അതിന്റെ സ്ഥാനം കൊടയുടെയും പിന്നെ ചക്രത്തിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ലോട്ടസ്, ഫ്ലാഗ്, ചക്ര, അംബ്രല, swastikas, 4 swastikas, Uddhava Rekha, barley corn, elephant god, ashtakon, 4 blackberry fruits and vajra. ഇതൊക്കെയാണ് റൈറ്റ് ഫൂട്ടിലുള്ളത്. ലെഫ്റ്റ് ഫൂട്ടിലുള്ളത് 4 water pots, conch, an unstrung bow, cow's hoof, fish, crescent moon, ആകാശ്, സ്കൈ ആൻഡ് എ ട്രയാങ്കിൾ. ഒന്നുകൂടെ മലയാളത്തിലാക്കി പറയാമോ? അയ്യോ പ്രഭു, എങ്ങനെ അറിയാം? ഓരോ ലൈൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓരോ ലൈൻ അറിയണ്ടേ പ്രഭു? എല്ലാവർക്കും അറിയാം, ഫ്ലാഗ് എല്ലാവർക്കും അറിയാം, ചക്ര അറിയാം, അംബ്രല കൊട, സ്വസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വസ്തി ചിഹ്നം. നമ്മള് അതെ. ഊർധരേഖ പറഞ്ഞാൽ എനിക്ക് അറിയില്ല പ്രഭു. ഊർധരേഖ നമ്മുടെ ആ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ലൈൻ ഇങ്ങനെ ഒരു കർവ് ഉള്ള ലൈൻ ആണ് കാണിക്കുന്നത് ഇതില്. ബാർലി കോൺ, കോണിന്റെ എന്താ പറയാ, മുകളിലുള്ള കൂമ്പ് ഇങ്ങനെ വരുന്ന പോലത്തെ അത്. പിന്നെ എലിഫന്റ് ഗോഡ്, അതായത് എന്താ പറയാ, ഈ ആനയെ മെരുക്കാൻ വേണ്ടി ഉപയോഗിക്കണ ആ സാധനം. അഷ്ടകോൺ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വസ്തിക് പോലെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ഈ ആസ്ട്രോളജർമാര് നടുക്കിൽ വരയ്ക്കില്ലേ, ആ സാധനം. ഓക്കെ, പിന്നെ ബ്ലാക്ക്ബെറി ഫ്രൂട്ട്സ് അറിയാലോ, പിന്നെ വജ്രം. ഓക്കെ,
പിന്നെ അടുത്ത കാലിലുള്ളത് 4 വാട്ടർ പോട്ട്സ്. ഓക്കെ, വെള്ളത്തിന്റെ കുടങ്ങള്. കോഞ്ച്, ശംഖ്. അൺസ്ട്രങ് ബോ, അതായത് എന്താ പറയാ, പാതി എന്താ പറയാ, ബോവിന് എന്താ പറയുന്നത്, രാമന്റെ കയ്യിലുള്ള പകുതിയേ ഉള്ളൂ, സ്ട്രങ് ഇല്ല. അതെ, കൊലക്കാത്ത അമ്പ്. പിന്നെ പശുവിന്റെ കുളമ്പ്, പിന്നെ മീന്, ക്രസന്റ് മൂൺ പറഞ്ഞ എന്താ പറയാ, ഹാഫ് മൂൺ. ഓക്കെ, പിന്നെ സ്കൈ, ആകാശം, ട്രയാങ്കിൾ. ഇത്രയാണ് ഭഗവാന്റെ പാദങ്ങളില്. സുമാജി, നമ്മള് രാമായണം ഇത്രയും വർഷമായിട്ട് വായിച്ചിട്ട് ആരെങ്കിലും ഈ ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നോ? ന്യൂട്ടൺ? ഇല്ല പ്രഭു. അതാണ്, ഇത് നമ്മൾ വളരെ വിശദമായിട്ട് അടുത്ത പ്രാവശ്യം പറയാൻ റെഡിയായിട്ടിരുന്നുള്ളൂ. ഇതൊക്കെ ഊഴം കിട്ടുകയാണെങ്കിൽ, ഈ ഭാഗം കിട്ടുകയാണെങ്കിൽ. ഇതൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടും അങ്ങനെയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് ഓരോന്നും നമുക്ക് പിടികിട്ടുന്നത്. എത്ര പ്രാവശ്യം വായിക്കുമ്പോഴും അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ ആ വരിയിൽ നിന്ന് കിട്ടും. ഭഗവത്ഗീതയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു 10-50 പ്രാവശ്യം വായിച്ചിട്ട് 51ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്കൊരു പുതിയൊരു അറിവ് അതിന് കിട്ടും. ഒരിക്കലും നമുക്ക് ബോറടിക്കത്തില്ല. ഇത്രയും പ്രാവശ്യം വായിച്ചതിൽ ഇനി എന്തിനാ ഇല്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഓരോ അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. ആണ് രാമായണത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേകതമായിട്ട് നമുക്ക് തോന്നുന്നത്. ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ നിന്നുള്ള ആ ഒരു പ്രത്യേകതയും, നമ്മൾ ഭരതൻ വന്ന് ആ മണ്ണിൽ കിടന്ന് ഉരുളുന്നതും എല്ലാം. ഹനുമാൻജിയും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പം വൃന്ദാവനത്തിൽ പോകുന്നവരും ആദ്യം ചെയ്യുന്നതാണ്, രമണ്യത്തിയെ കാണുമ്പോൾ ചെന്നിട്ട് വേറൊന്നും നോക്കുന്നില്ല, അവർ കിടന്നങ്ങും ആ മണ്ണിൽ കിടന്നങ്ങ് ഉരുളും. പിന്നെ സ്മിതമാതയും ശിശുംബറും ഒക്കെ പോയിട്ടുള്ളതാണ്. വൃന്ദാവനത്തിൽ പോകുമ്പം ആ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെതായ ആ ഒരു പ്രത്യേകതകളും ഭഗവാനോട് നമുക്ക് കൂടി ചേരാനുള്ള അവസരങ്ങൾ. സത്സംഗങ്ങളുടെ കാര്യം പറയുകയാണ്. ഇതുപോലുള്ള എന്തുകൊണ്ടാണ് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് രാമായണം വായിക്കുന്നതും ഇതുപോലെ കൂടിയിരുന്ന് രാമായണം വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഒറ്റയ്ക്കിരുന്ന് രാമായണം വായിക്കുമ്പം നമ്മൾ അങ്ങനെ വായിച്ചങ്ങ് പോകും. പക്ഷേ ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും വായിക്കേണ്ടത് ഇതേപോലെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് വായിക്കണം. എന്നാലേ ഭഗവാനുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ മനസ്സിൽ ആ ഭക്തി വരാനും പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ. മാതാജി, സ്മിത മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഒരൊറ്റ പോയിന്റ്, ഇപ്പൊ നമ്മൾ ഭരതന്റെ കണ്ടു, അതില് ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ലോർഡ് ഇസ് ദ പ്രൊപ്രൈറ്റർ, ഭോക്താരം യജ്ഞ തപസാം. ഭരതൻ രാജ്യം ഭരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിലും അത് രാമന്റെ എന്താ പറയാ കെയർ ഓഫിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പാതുകങ്ങൾ വാങ്ങിയിട്ട് പോയിട്ട് മറ്റേ ത്രോണില് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും ഈ ലോകത്തില് നമ്മള് യഥാർത്ഥ എന്താ പറയാ അധികാരികളല്ല, നമ്മൾ ശരിക്കും കെയർ ടേക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെയാണ് എല്ലാം. ഭഗവാൻ എപ്പോ വേണമെങ്കിലും തരാം, എപ്പോ വേണമെങ്കിലും പിരിച്ചെടുക്കാം. അപ്പൊ ആ ചെറിയ സമയം നമ്മൾക്ക് തരുന്ന ആ സമയം നമ്മളത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അറിയുന്നത് ഭോക്താരം യജ്ഞതപസ് എന്ന് പറയുമ്പം ഭോക്താവ് ഭഗവാനാണ്. ഇന്നൊരു മെസ്സേജ് സ്മൃതമാതാജി ഇട്ട്, ആ കർമ്മയോഗത്തിന്റെ ഒരു ചെറിയൊരു മെസ്സേജ് ഇട്ട്. എന്താണെന്നുള്ളത്, നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ കോൺഷ്യസ് മാത്രം മാറ്റിയാൽ മതി. ഇതിന്റെ എല്ലാം ഉടമ ഭോക്താവ്, നമ്മൾ ഉപഭോക്താവാണ്. അപ്പം നമ്മൾ കസ്റ്റമർ അല്ല, നമ്മൾ കൺസ്യൂമർ ആണ്. കസ്റ്റമർ ഭഗവാനാണ്, ഭോക്താവ് ഉപഭോക്താവ്. അപ്പം നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം ഭോക്താവ് ഭഗവാന് വേണ്ടിയിട്ടാണ്. ആ ഭഗവാൻ സ്വീകരിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉപഭോക്താവാണ്. അപ്പൊ നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഗവത്തിൽ നമുക്ക് ഓർമ്മ വരുന്നില്ല, ഉപജന്മം എന്നൊരു വേർഡ് വരുന്നുണ്ട് ഭാഗവത്തിൽ. ഉപജന്മം. കാര്യം നമ്മൾ ശരിയായ ജന്മം ആത്മീയ ജന്മമാണ്. നമ്മുടെ ശരിയായ ലോകം സ്പിരിച്വൽ വേൾഡ് ആണ്. പ്രഭുപാദർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വി ആർ ബിയോണ്ട് ദ സ്പിരിച്വൽ വേൾഡ്. നമ്മൾ ഭൗതിക ലോകത്തിന്റെ സന്തതി അല്ല.
ആത്മീയ ലോകത്തിന്റെ സന്തതിയാണ് നമ്മൾ. പക്ഷെ ചെറിയ ചെറിയ അസൂയകളുടെ ഭാഗമായിട്ട് നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നു. പക്ഷെ ആക്ച്വലി നമ്മൾ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ്. കാര്യം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇത് ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല ആത്മാവാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മളെല്ലാം ആത്മീയ ലോകത്തിന്റെ സന്തതികളാണ്, ആത്മീയ ലോകത്തിന്റെ ഭാഗത്ത് നിന്നവരാണ്, ആത്മീയ ലോകത്തിൽ നിന്നുള്ളവരാണ് നമ്മൾ തിരിച്ചും അവിടേക്ക് തന്നെയാണ് പോകേണ്ടത്. ചെറിയൊരു ഇടവേള മാത്രമേ ഇവിടെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യേണ്ടത് ഭക്തിയുത സേവനം, അതായത് ഭോക്താവ് ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാന് സേവ ചെയ്യുകയും ആ സേവനം ചെയ്യുന്ന കിട്ടുന്നതിന്റെ ബാക്കി ഒരു ശിഷ്ടം നമ്മൾ ഉപഭോക്താവായി എന്ന രീതിയിൽ ഉപഭോക്ത എന്ന സ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയും വേണം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ആലോചിച്ചത് ഈ ഭരതൻ വന്ന് വിളിച്ചിട്ടും ശ്രീരാമൻ തിരിച്ചു പോയില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ആരെങ്കിലും ആണ് അങ്ങനെ പറഞ്ഞെങ്കിലോ? ഇത് വിളിക്കാതെ തന്നെ പോവാണ്. അല്ല, ആ ഒരു വ്യത്യാസം ഞാനൊന്ന് ആലോചിച്ച് നോക്കിയത്. എന്നിട്ട് അവര് തിരിച്ചു പോയിട്ട് അവരെ പുകഴ്ത്തും, നമ്മൾ സ്ഥാനത്ത് കയറിയിരിക്കും. ഓ, നീ മഹാനാണെന്ന് വേണ്ടല്ലേ. ഇപ്പൊ അച്ഛൻ മരിച്ചു പോയി, അതുകൊണ്ട് വേണമെങ്കിൽ ഭരതൻ വിളിച്ച് തിരിച്ചു പോവാൻ ഒരു എക്സ്ക്യൂസ് ഉണ്ട് അവിടെ. പുള്ളി ഇപ്പോഴത്തെ ആ ഒരു രാഷ്ട്രീയവും അപ്പോഴത്തെ ഒരു രാഷ്ട്രീയവും തങ്ങളിലുള്ളൊരു ആ ഒരു അന്തരം എന്തുമാത്രം നമ്മളങ്ങ് ഡീഗ്രേഡറായി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ലോകത്ത് എവിടെയും എല്ലായിടവും അത് അങ്ങനെ തന്നെ വരുന്നത് ഏകദേശം. പക്ഷെ എന്നാലും ഇന്ത്യയിലൊക്കെ അത് ഒത്തിരി കൂടുതലാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ വളരെ മിസ്സിംഗ് ആണ്. അത് ഈ ഒരു എഡ്യൂക്കേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഈ എഡ്യൂക്കേഷൻ വലിയൊരു സെഗ്മെന്റിന് കിട്ടുന്നില്ല. മോറൽ സൈഡ് ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ പ്രഭു പറയുന്നതിൻ്റെ തൊട്ട് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൂടിയേ തീരത്തുള്ളൂ. അത് ഇതേപോലുള്ള സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എങ്ങനെ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന 3 കാര്യങ്ങളാണ്: രാമായണം, ഭാഗവതം, ഭഗവത്ഗീത, അതായത് മഹാഭാരതം. ഈ 3-ൽ അധിഷ്ഠിതമായ ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് മോറൽ സൈഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. അതിനകത്തെല്ലാം ഉണ്ട്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഭാഗവത്തില് യുധിഷ്ഠിര മഹാരാജാവിനോട് ഭീഷ്മദേവര് ഉപദേശിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതിനുശേഷം പരിഷത്ത് മഹാരാജാവൊക്കെ ഭരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് അവിടെ ജനായത്ത ഭരണവും ഒരു ഫെഡറൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. ഒരു രാജാവിന്, അതായത് ഒരു ഭഗവത് സേവകനായ രാജാവാണെങ്കിൽ ജനായത്ത ഭരണത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ഈ രാജഭരണമാണ്. അതായത് ജനായത്ത ഭരണത്തിൽ പ്രഭുപാദർ പറഞ്ഞ വളരെ സ്പോണ്ടേനിയസ് ആൻസർ ആണ്. അതായത് മണ്ടന്മാരായ ജനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, ആ മണ്ടന്മാരായ ജനങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ മണ്ടത്തരം അല്ലാതെ വേറെ എന്താണ് കൊണ്ടുവരാനില്ല. കാര്യം ഭക്തിയുടെ കണക്ഷൻ വിട്ടുപോയി, സ്പിരിച്വൽ കണക്ഷൻ പോയി. സ്പിരിച്വൽ കണക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഗുണമുണ്ടാവത്തില്ല. എല്ലാം മണ്ടത്തരങ്ങളായിരിക്കും. ഇപ്പൊ നടക്കുന്നു അതുപോലെ തന്നെ എല്ലാം മണ്ടത്തരങ്ങളായിരിക്കും കഴിഞ്ഞത്. അപ്പൊ നമുക്ക് ഗൃഹത്തിൽ ആദ്യം നമുക്ക് ഇതൊക്കെ നമ്മുടെ കൈവിട്ടുള്ള കളികളാണ്, ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ സ്നേഹത്തോടുള്ള പോക്ക് വേണം എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരേപോലെ സ്പിരിച്വൽ ലൈനിൽ കൂടെ പോകും. അപ്പം ഭാര്യ നിവേദ്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എത്ര എതിരായിട്ടുള്ള ഭർത്താവാണെങ്കിൽ പോലും ഉറപ്പ് തരുന്നു, കാലക്രമേണ ആ ഭർത്താവ് ഭാര്യയുടെ ലൈനിൽ വരും. ഭാര്യ പറയുന്നത് ഭർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കും. കാര്യം ആ പ്രസാദത്തിന്റെ ഗുണമാണ് അതിനകത്ത്. ഈ കമാൻഡിങ് പവർ അല്ല അവിടെ വരുന്നത്. കാര്യം ഭാര്യ എന്നും കൊടുക്കുന്നത് ഈ നിവേദ്യമാണ്. അപ്പം ഭാര്യയ്ക്കൊരു ശക്തി ഉണ്ടാവും, ആത്മീയമായ ഒരു ശക്തി ഭാര്യയ്ക്കുണ്ടാവും, ഭാര്യയ്ക്കൊരു തിളക്കം ഉണ്ടാകും. എന്തോ പ്രഭു പറഞ്ഞു വരുന്നത് ഭാര്യമാർക്ക് മാത്രമേ ഭക്തി ഉള്ളെന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഏറ്റവും, അതായത് ഭക്തിയില് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ആണുങ്ങൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആണുങ്ങൾക്കാണെങ്കിലും അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും ന്യായമായും കിട്ടുന്ന സ്ത്രീകൾക്കാണ്. അവരൊരു കാര്യം എനിക്ക് തോന്നുന്നു. എന്തോ എനിക്കതിനോട് വിയോജിപ്പുണ്ട്. അല്ല, ഞാൻ
ഭക്തി അവർക്ക് കുറവാണ്, അറ്റാച്ച്മെന്റ് ലെവൽ കൂടുതലാണ് അവർ. കാട്ടിക്കൂട്ടല കൂടുതലെന്നാ പറയണേ. അങ്ങനെയല്ല, അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അറ്റാച്ച്മെന്റ് കൂടുതലാണ്. കുട്ടികളോടൊക്കെയുള്ള അറ്റാച്ച്മെന്റ് അവർക്കല്ലേ കൂടുതൽ. മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് അവർക്കാണ് കൂടുതൽ. കൂടുതലാണ്. പക്ഷെ പ്രഭു ഇന്നാള് ഒരു കാര്യം കൂടെ പറഞ്ഞില്ലേ, ഇന്നാള് കുന്തി മഹാറാണിക്ക് സ്പെഷ്യൽ മേഴ്സി കിട്ടാനുള്ള കാരണം ഭർത്താവ് ഇല്ലാത്തോണ്ടാണ്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മേഴ്സി ഭഗവാന്റെ നമുക്ക് കിട്ടാറുണ്ട്. ഭർത്താവുള്ളവർക്ക് കിട്ടൂല. കാരണം നമ്മളുടെ മെയിൻ ഡ്യൂട്ടി ഭർത്താവിന്റെ ഡിവോഷണൽ സർവീസിന് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ട്. ഭർത്താവിന് ഡിവോഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു പ്രശ്നം പ്രസാദം കൊണ്ട് കവർ ചെയ്യുമെങ്കിൽ കൊള്ളാം. തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. പല കുടുംബങ്ങളിലും സ്ത്രീകൾ പറയാറുണ്ട്, പിന്നെ ഭർത്താവ് അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്നില്ല. നിങ്ങളുടെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ചില ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുണ്ട്, ചിലപ്പോൾ ഒരുപാട്. അപ്പം അവിടെയൊക്കെ ഉള്ള മാർഗം എന്ന് കഴിഞ്ഞാല് പ്രസാദ നിവേദ്യം. നമ്മള് നോക്കൂ, അവരോട് എതിർക്കാനേ പോകരുത്. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ കേൾക്കണം. കാര്യം നമ്മുടെ ഡ്യൂട്ടിയാണ് ഭർത്താവ് പറഞ്ഞ് കേൾക്കുക എന്നുള്ളത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു കൈവശം, ആ കൈവശം എന്താണ്? കൈവശം എന്താണ്? തലയണ മന്ത്രമല്ല. ആ കൈവശം ഈ പ്രസാദമാണ്. നമ്മള് ഭഗവാനെ നിവേദിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇംഗിതത്തിലോട്ട് അവർ തിരിച്ചു വരും. ഉറപ്പാണത്, 100% ആണ്. പരീക്ഷിച്ചറിഞ്ഞോളൂ. PhD എടുക്കാം, പരീക്ഷിച്ചറിഞ്ഞോളൂ. അപ്പൊ സുഷിൻ പ്രഭു ഒന്ന് തിരിച്ച് ഇല്ല, ഞാൻ അറിയാല്ലേ? സുഷി പ്രഭുവിന്റെ ഭാഗം സ്ട്രിക്റ്റ് ആയതുകൊണ്ടും ഇതിൽ വളരെ അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാക്കി അവരൊരു പക്ഷേ പ്രസാദം വെച്ച് തരും. അല്ലെങ്കിൽ അവര് വേറെ മെറ്റീരിയലിലോട്ട് ഭർത്താവിനെ അടുപ്പിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കും. അത് വേറെ സത്യമാണ്. ഇത് ഞാൻ പറഞ്ഞ കേസ് വേറൊരു സത്യമാണ്. അതല്ല, അത് ഓരോരുത്തർക്കും ഓരോ തരം ഭക്തിയാണ്. അതെ, ഇത് ഒരു നാണയത്തിന്റെ 2 വശമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വശം എന്ന് പറഞ്ഞാല് പിന്നെ ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വേറൊരു വശമാണ് സുശീം പ്രഭു പറഞ്ഞത്. പുരുഷന്മാർ അടുത്തിട്ടും ഭാര്യമാർ യാതൊരു കാരണവശാലും വരുന്നില്ല. കാര്യം അറ്റാച്ച്മെന്റ്. ഇത് രണ്ടും 2 സ്ട്രക്ചറിലാണ് പറഞ്ഞത്, അല്ലേ സുശീം പ്രഭു? ഞാൻ ജനറലി കാണുന്നത് അങ്ങനെയാണ്. ഭാര്യ നമ്മുടെ നാട്ടിലെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഭർത്താക്കന്മാര് യാതൊരു നിവർത്തിയില്ല, ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ കൂടെ പോയേ പറ്റുമെന്നും വേണ്ടുണ്ട്. ഇവരെ കൂടെ പോകണമെങ്കിൽ ഭക്തി കൂടിയേ തീരൂ, അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ സിസ്റ്റം ബേസിക്കലി വേണം എന്ന് അവര് നിർബന്ധം പിടിക്കും. കാരണം അവർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട്. അപ്പൊ മറ്റവർക്ക് കാര്യം പിടികിട്ടണമെന്നില്ല പെട്ടെന്ന്. അവർക്ക് മെറ്റീരിയൽ തലയിൽ എപ്പോഴും മെറ്റീരിയൽ ഇത് കൂടുതലാണ്. ഞാൻ കാണുന്നത് അങ്ങനെ. ജനറലി അങ്ങനെ തന്നെയാണ്. അതെ, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. പിള്ളേരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, പിള്ളേർക്ക് വേണ്ടി അവർ വേണമെങ്കിൽ എന്ത് ചെയ്യും? അച്ഛന്മാര് ചെയ്യണമെന്നില്ല അങ്ങനെ. അതാണ് പ്രശ്നം. അവർ വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യും പിള്ളേരുടെ കാര്യത്തിൽ വേണ്ടി. പിള്ളേരുടെ കാര്യത്തിൽ ഇതായില്ലെങ്കിൽ അവര് പറയില്ല വേണ്ട നമ്മള് പിള്ളേരോട്. അപ്പൊ അറ്റാച്ച്മെന്റ് ആണത്, സിവിയർ അറ്റാച്ച്മെന്റ്. എന്നിട്ട് പിള്ളേർ പിന്നെ കല്യാണം കഴിക്കുമ്പോൾ പിള്ളേരുടെ ഭാര്യയുടെ മകന്റെ ഭാര്യയോട് അവർക്ക് ദേഷ്യം വരും നാച്ചുറലി. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും ഇന്റർനാഷണൽ ആയിട്ട് അതൊന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല എവിടെയും. ഇനി എത്ര വിദ്യാഭ്യാസമുള്ള വീട്ടിലായാലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതൊക്കെ നടക്കുന്നത്. അതാണ്, അച്ഛന്മാർക്ക് അങ്ങനെയൊന്നുമില്ല. അത് മരുമോളായാലും പാചകം ചെയ്തൊക്കെ കൊടുത്താൽ അവര് സ്നേഹിക്കും, മറ്റവരിന് എന്ത് ചെയ്താലും സ്നേഹിക്കില്ല. അതാണ് സത്യം. അത് നമ്മൾ ഇവിടെ 4 വർഷം കാണുന്നില്ല, എത്ര വർഷം നമ്മൾ കാണുന്നതെല്ലാം തലമുറകളിലൂടെ. അങ്ങനെയൊന്നും വരില്ലെന്ന് എന്റെ മാതാജി പറയുമെങ്കിലും നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ വരും. അതൊന്നും ആരും മുക്തരാവുന്നില്ല, സത്യം. അത് ഒരു അറ്റാച്ച്മെന്റ് ലെവലിൽ വെച്ചിട്ടാണ് ഭഗവാൻ ഗ്രേഡ് തന്നെ നിശ്ചയിച്ചത്. അറ്റാച്ച്മെന്റ് കുറെ സന്യാസി, ഏറ്റവും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത, അതാണ് ഏറ്റവും ടോപ്പ് ഗ്രേഡ്. ഇങ്ങനെ വരുമ്പോ പ്രഭു, ഞാനും മീരൊക്കെ ഇപ്പൊ എന്താ വിചാരിക്കുന്ന വെച്ചാൽ മക്കളുടെ കാര്യം നോക്കി പോവും. എന്ത് കുടിയനായാലും ഭർത്താവ് തന്നെ ഭർത്താവ്.
അല്ല അതൊക്കെ മീനെ ശരിയാണ്. അല്ല നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഭർത്താവ് അല്ല അതില് കുടിച്ചാലും ഡൗട്ടില്ല. ഇല്ലേലും ഒക്കെ പക്ഷെ ഉണ്ട്. പ്രഭു പറഞ്ഞ പോലെ മക്കൾ തന്നെയാട്ടോ പ്രഭു. നമുക്ക് പറഞ്ഞ പോലെ മക്കൾക്ക് അല്ല, വേണ്ടി നമ്മൾ ഒരു ഭർത്താവിനെ ലെവലിൽ ഡൈവോഴ്സ് കഴിഞ്ഞാ- ചെയ്തു എന്ന് വരും. പക്ഷെ അതെ അതെ മക്കൾ അതെ അതൊരു അതെ. അറ്റാച്ച്മെന്റ് തന്നെ പ്രഭു. അതല്ലാന്ന് പറയാൻ സിവിയർ പറ്റില്ല. അറ്റാച്ച്മെന്റ് ആണ് അത്. ചെറുതല്ല. അല്ല, നമുക്ക് ഒരു എന്താ പറയാ, ലെവലിൽ നമ്മൾ കഴിഞ്ഞാ ജീവിക്കണത് പിന്നെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാന്ന് ചിലപ്പോ തോന്നിപ്പോണ്ട്. അതെ ഏതാണ്ട് അതെ. അങ്ങനെയാണ്. അത് പ്രഭു ഒരു പറഞ്ഞത് ടൈം വളരെ correct. കഴിഞ്ഞാലേ ഒരു ടൈം കഴിഞ്ഞാൽ കൂടുതൽ അമ്മമാരും മക്കളുടെ കൂടെ അച്ഛന്മാരും പറഞ്ഞേ അത് അവരുടെ പ്രായം അങ്ങനെയല്ല, അവര് അച്ഛന്മാരെ ഔട്ടാവുമ്പോ അവര് സന്യാസത്തിന് പോവും. അവരിപ്പോഴേ ശരിയാക്കി വെക്കുന്നതാണ് നല്ലതെല്ലാം. അവർക്ക് പ്രഭു പറഞ്ഞ പോലെ അവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അമ്മമാർക്ക് അങ്ങനെയല്ല. അവര് അങ്ങനെ എല്ലാം അധികം അറ്റാച്ച്ഡ് മക്കളാണ്. ആവില്ല. ഇത് അത് പക്ഷെ അവർക്ക് ചിലപ്പോ മറ്റുള്ള മക്കൾക്ക് തന്നെ മക്കളോടും ദേഷ്യമാവും. ഇത് ഈ പറയുന്ന മക്കൾ കേൾക്കേണ്ടതാണ്. ഇപ്പൊ അതെ അവർക്ക് തന്നെ ദേഷ്യമാവുക പറയാ. നമ്മള് ഇപ്പോഴും മക്കള് വിചാരിച്ച് അവരുടെ പിന്നാലെ തന്നെയാണ്. അപ്പൊ അവർക്ക് തന്നെ നമ്മളെ കൊണ്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നില്ല. മനസ്സ് അവർക്ക് മക്കളാവുമ്പോ മനസ്സിലാവും. അതെ, പുറത്തു അവർക്ക് പോയി മക്കളാവുമ്പോ കഴിഞ്ഞാൽ മനസ്സിലാവും. അത്ര വരെ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മക്കളാവുമ്പോ അച്ഛനാരാണ് അമ്മ ആരാണെന്നൊക്കെ അറിയണമെങ്കിൽ അവർ അച്ഛനും അമ്മയാവണം. അതെ അതെ അതെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ പിടിച്ച് കെട്ടിക്കുക, കുട്ടികളൊക്കെ ആക്കുക, എന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പൊ അവർക്ക് മനസ്സിലാവും. അല്ലേ അവർക്ക് മനസ്സിലാവില്ല. അത് ആകെ ഒരു മരുന്ന് വേഗം കല്യാണം കഴിച്ചു കൊടുക്കുന്ന. അതെ അതെ അതെ. നേരത്തെ കെട്ടിക്കുക, കല്യാണം കഴിക്കാൻ അല്ല കഴിപ്പിക്കാൻ. അതെ, ശരിക്കും അത് കല്യാണം കഴിപ്പിക്കാൻ റെഡി ആയിക്കോളാം അല്ലേ? അവര് പറയണ അമ്മ അങ്ങനെ അത്ര പെട്ടെന്ന് രക്ഷപ്പെടണ്ടെന്ന് പറഞ്ഞ ഞാൻ ചിലപ്പോ പറയോ എനിക്കൊന്ന് വയ്യൊക്കെ കല്യാണം കഴിച്ചോളാനെ. അപ്പൊ അവര് പറയണ അത്ര പെട്ടെന്ന് എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയത്. ആരെയും ദ്രാവിഡനും അങ്ങനെയൊക്കെ കിടന്ന് അടിപൊടുന്നതിന് മനസ്സിലായില്ല. നോർത്തുനിന്ന് വന്നാലും സൗത്തുനിന്ന് വന്നാലും സനാതന ധർമ്മം തന്നെ എല്ലടവും. അതാണ് ക്ലിയർ സത്യം. അത് അങ്ങനെയാണല്ലോ നമ്മളെ ആചാര്യന്മാരും റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. സത്യം ഇതാണ്, സനാതനധർമ്മം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. അതിൽ ഇതെല്ലാം പെടും. ഏകദേശം നമ്മളെ സിസ്റ്റം എല്ലാം അതിനകത്ത് വരും. ഏറ്റവും മനുഷ്യർക്ക് നല്ല ആഹാരം ഓനിയൻ ഗാർലിക് ഇല്ലാത്ത ആഹാരമാണ്. ടീ കോഫി ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. അതൊക്കെ ഇപ്പോഴും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതാണ് ടീ കോഫി. എല്ലാം നെഗറ്റീവ് ഫുഡാണ്. അതല്ല ഉള്ളി വെളുത്തുള്ളി എല്ലാം നെഗറ്റീവാണ്. അപ്പൊ അത്രയും നെർവസ് സിസ്റ്റം പുഷ്ടിയായിട്ടിരുന്നാൽ നമ്മൾ സെൻസിറ്റീവ് ആവും. സെൻസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ദൈവത്തിനെയും അറിയാനും കാണാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് ആ സിസ്റ്റം കൊണ്ടുവന്നത്. അതിനൊന്നും ആർക്കും കണ്ണിക്കാൻ ഒരിക്കലും പറ്റില്ല. അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഇപ്പൊ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഇമ്മ്യൂണിറ്റി, ഫുഡ് എന്ത് കഴിക്കണം, അതൊക്കെ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു ധർമ്മമാണ് നമ്മളത്. അതിനെയൊക്കെ അറിയാതെ പോകുന്നത് വളരെ കഷ്ടമാണ്. ഇപ്പൊ ഹരേ കൃഷ്ണ തന്നെ നമുക്ക് കുറച്ച് ആളുകളിലേ ഉള്ളൂ. അത് അനദർ പ്രോബ്ലം. അത് പൊതുവായിട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും സ്ലോലി ഇതൊക്കെ സ്പ്രെഡായി വരും. രാമായണവും ഭാഗവതവും ഒക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കൂടിച്ചേർന്ന് വായിക്കുമ്പം ഇതുപോലുള്ള ചർച്ചകൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും നമുക്ക് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. സിമ്മി ഒന്നും പറഞ്ഞില്ല. ഹരേ കൃഷ്ണ. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സമയമായി. ഹരേ കൃഷ്ണ. ഓക്കെ, എന്തായാലും പിന്നെ 2 പേർക്കും വേണ്ടിയിട്ട് നമ്മുടെ സുശിംപ്രു മാതാജി നാട്ടിലോട്ട് പോയി, മാതാജി മോളും നാട്ടിലോട്ട് പോയി. അപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ടും സുശിംപ്രുവിന് വേണ്ടിയിട്ടും പിന്നെ സിമിക്ക് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പരമകാരുണ്യവാനായ ഭഗവാന് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്ന അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും ആ പാദങ്ങളിൽ നമ്മൾ വിശ്വാസപൂർവം നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, സാഷ്ടാംഗം വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു വഴി തരും. ഹരേ കൃഷ്ണ. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഘനശ്യാം എന്താ വീഡിയോ വരാത്ത? ഘനശ്യാം വീഡിയോയിൽ വരുന്നില്ല. ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. വീഡിയോ വന്നിട്ട് പോകൂ. ഹരേ കൃഷ്ണ.
വീഡിയോ ഓൺ ചെയ്യൂ. പോയോ? അവിടെ നെറ്റ് കണക്ഷൻ ഇഷ്യൂ ഉണ്ട്. ആണോ? ആ, ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം ബ്രോ. പ്രഭു ഒക്കെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴുള്ള പ്രഭു അല്ല ഇപ്പൊ.